വുഡ് പ്രിഫർ ആൻഡ് വുഡ് റാദർ. പ്രിഫറൻസസ് മുൻഗണന സൂചിപ്പിക്കുന്നതിനാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രിഫറൻസസ് സൂചിപ്പിക്കുമ്പോഴാണ് വുഡ് പ്രിഫർ അതുപോലെ വുഡ് റാദർ ഉപയോഗിക്കുന്നത്. റാദർ എന്നത് ഒരു ആഡ്വേർബ് ആണ്, എന്നാൽ പ്രിഫർ എന്നത് ഒരു വെർബും ആണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകും. ജോൺ ആൻഡ് അലക്സ് രണ്ടുപേരും ഫ്രണ്ട്സാണ്. അലക്സ് ജോണിനോട് ചോദിച്ചു, നമുക്കിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ? അപ്പോൾ ജോൺ പറയുകയാണ്, എനിക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിൽ കുക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഇത് ഒരു സ്പെസിഫിക് പ്രിഫറൻസാണ്. ആ സമയത്ത് വിളിക്കുമ്പോൾ എനിക്കതല്ല ഇഷ്ടം, ഞാൻ പ്രിഫർ ചെയ്യുന്നത് വേറെയാണ്, ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതല്ല, അതിനേക്കാൾ ഇഷ്ടം എനിക്ക് വീട്ടിൽ കുക്ക് ചെയ്യുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സെൻറ്റൻസ് നോക്കാം. അതുപോലെ പ്രിഫറൻസസ് അല്ലെങ്കിൽ മുൻഗണനയെ പറ്റി പറയുമ്പോൾ എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ അതിനാണ് താല്പര്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫ്രേസസും ഉപയോഗിക്കാം. വുഡ് പ്രിഫർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ വുഡ് റാദറും ഉപയോഗിക്കാം. പക്ഷേ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടും ഉപയോഗിക്കുന്നതിൽ വ്യത്യാസം ഉണ്ട് എന്ന്. നോക്കാം എക്സാമ്പിൾസ്. എനിക്ക് TV വാച്ച് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ഒരു ബുക്ക് വായിക്കുന്നതാണ്. ഈ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. ആദ്യം നമുക്ക് വുഡ് പ്രിഫർ ഉപയോഗിക്കാം. ഐ വുഡ് പ്രിഫർ ടു റീഡ് എ ബുക്ക് റാദർ ദാൻ വാച്ച് TV. ഇനി വുഡ് റാദർ ഉപയോഗിച്ചും നമുക്ക് ഈ സെൻറ്റൻസ് മാറ്റി എഴുതാം. ഐ വുഡ് റാദർ റീഡ് എ ബുക്ക് ദാൻ വാച്ച് TV. നോക്കൂ, പ്രിഫർ എന്നുപയോഗിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് ടു റീഡ് എന്നാണ് ഉപയോഗിച്ചത്, ഒരു ടു ഇൻഫിനിറ്റീവ്. പക്ഷേ വുഡ് റാദർ ഉപയോഗിച്ചപ്പോൾ അങ്ങനെയല്ല, ടു ഒഴിവാക്കി ബെയർ ഇൻഫിനിറ്റീവ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തത്. റീഡ് എന്ന് മാത്രമേ അവിടെ ഉപയോഗിച്ചുള്ളൂ. പിന്നെ വുഡ് പ്രിഫർ എന്ന ഉപയോഗിച്ച സെൻറ്റൻസിൽ ഫസ്റ്റ് സെൻറ്റൻസ് റാദർ ദാൻ എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ വുഡ് റാദർ ഉപയോഗിച്ച സെൻറ്റൻസിൽ ദാൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സ്ട്രക്ചറിലുള്ള ഒരു ഡിഫറൻസ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഐ വുഡ് പ്രിഫർ എന്ന് പറയുമ്പോൾ I'' എഴുതി പ്രിഫർ എന്ന് എഴുതുക. I'd പ്രിഫർ എന്ന് വായിക്കാം. അതുപോലെ ഹീ വുഡ് പ്രിഫർ എന്നാണെങ്കിൽ ഹീഡ് പ്രിഫർ എന്ന് വായിക്കാം. ഷീഡ് പ്രിഫർ, they'd പ്രിഫർ, we'd പ്രിഫർ, ഇങ്ങനെയാണ് ചുരുക്കി പറയേണ്ടത്. അതുപോലെ തന്നെയാണ് വുഡ് റാദർ. ഐ വുഡ് റാദർ എന്ന് പറയേണ്ടതില്ല, I'd റാദർ. ഹീ വുഡ് റാദർ, ഹീഡ് റാദർ, അങ്ങനെ ഉപയോഗിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കൂ. എനിക്ക് ഉറങ്ങുന്നതിനേക്കാളും ഇഷ്ടം പുറത്തേക്ക് പോകുന്നതാണ്. ഐ വുഡ് പ്രിഫർ ടു ഗോ ഔട്ട് റാദർ ദാൻ സ്ലീപ്പ്. ഐ വുഡ് പ്രിഫർ ടു ഗോ ഔട്ട് റാദർ ദാൻ സ്ലീപ്പ്. നോക്കൂ, പ്രിഫർ കഴിഞ്ഞിട്ട് ടു ഗോ ഔട്ട് എന്നുപയോഗിച്ചു. അതുപോലെ തന്നെ റാദർ ദാൻ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വുഡ് റാദർ വെച്ച് ആ സെൻറ്റൻസിനെ നമുക്ക് മാറ്റി എഴുതാം. ഐ വുഡ് റാദർ ഗോ ഔട്ട് ദാൻ സ്ലീപ്പ്. നോക്കൂ, ഗോ ഔട്ട് എന്ന് മാത്രം ഉപയോഗിച്ചു, ടു അവിടെ ഉപയോഗിച്ചിട്ടില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് സിനിമയ്ക്ക് പോകുന്നതിനേക്കാൾ വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. ഐ വുഡ് പ്രിഫർ ടു സ്റ്റേ അറ്റ് ഹോം റാദർ ദാൻ go to the cinema. I would prefer to stay at home rather than go to the cinema. I would rather stay at home than go to the cinema. എനിക്ക് ഡിഷസൊക്കെ വാഷ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം കുക്ക് ചെയ്യുന്നതാണ്. അതിനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, അതല്ലെങ്കിൽ അതിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് എന്നർത്ഥം. എങ്ങനെ പറയും അത് ഇംഗ്ലീഷിൽ? ഐ വുഡ് പ്രിഫർ ടു കുക്ക് റാദർ ദാൻ വാഷ് ദ ഡിഷസ്. ഐ വുഡ് പ്രിഫർ ടു കുക്ക് റാദർ ദാൻ
വാഷ് ദ ഡിഷസ്. ഇനി വുഡ് റാദർ വെച്ച് നോക്കാം നമുക്ക് ആ സെൻറ്റൻസിൽ. ഐ വുഡ് റാദർ കുക്ക് ദാൻ വാഷ് ദ ഡിഷസ്. ഐ വുഡ് റാദർ കുക്ക് ദാൻ വാഷ് ദ ഡിഷസ്.